ഹലോ എവരിവൺ, നമ്മൾ വസിക്കുന്ന നമ്മുടെ എർത്തിന് രണ്ട് തരത്തിലുള്ള ചലനമുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഈ സ്വയം കറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു തവണ റൊട്ടേഷൻ പൂർത്തിയാക്കാനായിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ് വേണ്ടത്. അതേപോലെ ഒരു തവണ നമ്മുടെ റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം പൂർത്തിയാക്കാനായിട്ട് 365 ദിവസം അല്ലെങ്കിൽ ഒരു വർഷമാണ് വേണ്ടത്. ഈ രണ്ട് തരത്തിലുള്ള ചലനവും നമുക്ക് പരിചിതമാണ്. പക്ഷെ ഇത് മാത്രമാണോ? അല്ല, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലേറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. ഇപ്പൊ നല്ല മാമ്പഴം കിട്ടുന്ന സീസൺ അല്ലേ? നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു മാവുണ്ട്, മാവിൽ നല്ല മാങ്ങയുണ്ട്. നമുക്ക് ആ മാങ്ങ താഴെ വീഴ്ത്തണം. എന്താ ചെയ്യാ? അടുത്തുള്ള എവിടെയെങ്കിലും ഒരു കല്ലുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഉന്നം വെച്ചിട്ട് നമ്മൾ ആ മാങ്ങയ്ക്കിട്ട് എറിയും. മാങ്ങ താഴോട്ട് വീഴും. എങ്ങനെയാ മാങ്ങ താഴോട്ട് വീഴുന്നത്? നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ നേർരേഖയിലാണ് ആ ഒരു മാമ്പഴത്തിന് ചലനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാമ്പഴത്തിന്റെയും അതുപോലെ തന്നെ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നതിന്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്കൊരു നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നേർരേഖയിലുള്ള ചലനം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനെയാണ് നമ്മൾ നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഭൂമിയുടെ കാര്യം തന്നെ എടുക്കാം. ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ് എന്ന് നമുക്കറിയാം. ഭൂമി മാത്രമല്ല, ധാരാളം പ്ലാനറ്റ്സ് ഉണ്ട്. ഈ പ്ലാനറ്റ്സ് ഒക്കെ സൂര്യന് ചുറ്റും എങ്ങനെയാണ് കറങ്ങുന്നത്? ആസ് യൂഷ്വൽ എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ട്. ആ പാത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ ഓർബിറ്റലിലൂടെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, വൃത്താകൃതിയിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സർക്കുലർ മോഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. വേറെയും ഉദാഹരണമുണ്ട്. ഒരു ചെറിയ കല്ലെടുക്കുക, ആ കല്ലിൽ ചെറിയ നൂലിങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ നൂല് ഉപയോഗിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുഴറ്റുന്ന സമയം കല്ലിനുണ്ടാവുന്ന ചേഞ്ചും എങ്ങനെയായിരിക്കും? സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനമാണ്. അപ്പൊ വൃത്താകൃതിയിലുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലാർ പാത്തിലൂടെയുള്ള മോഷനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലോക്കിന്റെ പെൻഡുലം നോക്കാം. ഈ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ആദ്യം അത് അനങ്ങാതെ നിൽക്കും അല്ലെ, അത് അതിന്റെ മീൻ പൊസിഷനിൽ അനങ്ങാതെ നിൽക്കും. പിന്നീടാണ് അതിന്റെ രണ്ട് സൈഡിലേക്കും അതിനൊരു ചലനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ ഊഞ്ഞാലിലാടുന്ന സമയത്ത് അവിടെ നടക്കുന്ന ചലനവും എങ്ങനെയായിരിക്കും? ഇതേ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനമാണ്. ഇനി അതേസമയം നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. അപ്പൊ അവിടെയും എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ആദ്യത്തെ മീൻ പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ദ്രുതഗതിയിലാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓസിലേഷനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓസിലേഷൻ എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്നാണ് പറയുന്നത്. അപ്പൊ ദ്രുതഗതിയിലുള്ള ഓസിലേഷൻ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് മക്കളെ? നമ്മുടെ ചുറ്റും കാണുന്ന വിവിധ ആൾക്കാർക്ക് അല്ലെങ്കിൽ വിവിധ വസ്തുക്കളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.